നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സാന്ദ്ര. പൊതുതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആസന്നമായ പരാജയം സോണിയാഗാന്ധി സമ്മതിക്കുന്നുവെന്ന് BJP. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ തീരുമാനം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ആസന്നമായ പരാജയത്തെ പേടിച്ചാണെന്നും അത് സമ്മതിക്കുന്നതാണെന്നും BJP ബുധനാഴ്ച പറഞ്ഞു. സമാജ്വാദി പാർട്ടി 11 സീറ്റുകൾ വാഗ്ദാനം ചെയ്തിട്ടും UPയിൽ കോൺഗ്രസ് ശൂന്യമാകും, BJP നേതാവ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രാജസ്ഥാനിൽ നിന്നുള്ള 3 രാജ്യസഭാ സീറ്റുകളിലൊന്നിൽ കോൺഗ്രസ് വിജയിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 6 വർഷത്തെ കാലാവധി ഏപ്രിൽ പൂർത്തിയാക്കുന്നതോടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കും. ഇതാദ്യമായാണ് സോണിയാഗാന്ധി ഉപരിസഭയിലേക്ക് വരുന്നത്. റായ്ബറേലിയിലെ ലോക്സഭാ സീറ്റിനെ പ്രതിനിധീകരിച്ച 71-കാരിയായ അദ്ദേഹം 1999 മുതൽ കോൺഗ്രസ് പ്രസിഡന്റായി ചുമതലയേറ്റു. 2019 സോണിയാഗാന്ധി ഇത് അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 64 ഓഗസ്റ്റ് മുതൽ 67 ഫെബ്രുവരി വരെ ഉപരിസഭയിൽ അംഗമായിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജ്യസഭയിലെത്തുന്ന ഗാന്ധി കുടുംബത്തിലെ 2ാമത്തെ അംഗമായിരിക്കും സോണിയാഗാന്ധി. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.